വീണ്ടും തുപ്പൽ ജിഹാദുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നു. സ്വന്തം പേരും ഐഡന്റിറ്റിയും മറച്ചുവെച്ച് ലക്നൌവിൽ പാൽ വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. ഇയാൾ തന്റെ ഇസ്ലാം പേര് മറച്ചുവെച്ചുകൊണ്ട് വ്യാജ പേരിലാണ് പ്രദേശത്ത് പാൽ വിറ്റുകൊണ്ടിരുന്നത്. സ്ഥിരമായി പാൽ നൽകുന്ന വീട്ടിലെ CCTVയിൽ നിന്നും പുറത്തെടുത്ത ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇയാൾ ദിവസവും പാലിൽ തുപ്പുന്നത് പതിവായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു. വീട്ടിലേക്ക് പാൽ കൊണ്ടുവരുന്നതിന് മുൻപാണ് ഇയാൾ ഇത്തരത്തിൽ ചെയ്തിരുന്നത്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ നിരവധി ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നു. ഇയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നതിനായി ഹിന്ദു എന്ന വ്യാജ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാൽ വിൽപ്പന നടത്തിയിരുന്നത്. എന്നാൽ ഈ സംഭവം പുറത്തായതോടുകൂടി തന്നെ ഇപ്പോൾ വിശ്വസിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ വാങ്ങാൻ പോലും ജനങ്ങൾ മടിക്കുകയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനുശേഷം പാൽ സ്വീകരിച്ച കുടുംബം വളരെ രോക്ഷാകുലരാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ലക്നൌവിലെ ഗോമതി നഗർ പോലീസ് സ്റ്റേഷനിൽ ഈ കേസിൽ ഹിന്ദു മഹാസഭ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പപ്പു എന്ന വ്യക്തി തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ചുകൊണ്ട് പാൽ വിൽപ്പന നടത്തിയിരുന്നു എന്നതാണ് വിവരം ലഭിക്കുന്നത്. ലക്നൌവിലെ ഗോമതി നഗർ പ്രദേശത്തെ വീടുകളിൽ പാൽ എത്തിക്കാൻ പപ്പു പോയിരുന്നു. അതുപോലെ തന്നെ വീടിന് പുറത്തുനിന്ന് പാലിൽ തുപ്പുന്നതും പാൽ എത്തിച്ചതിന് ശേഷം വീടിന്റെ വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സംഭവം CCTVയിൽ പതിഞ്ഞതോടുകൂടി തന്നെ ഹിന്ദു സംഘടനകൾ കേസിൽ നടപടികൾ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും FIR രജിസ്റ്റർ ചെയ്ത ശേഷം അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു. മാത്രമല്ല കൂടുതൽ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും ഇവർ അറിയിച്ചു. അതേസമയം കാൻവാർ യാത്രാ റൂട്ടിലെ ഹോട്ടലുകളുടെയും അതുപോലെ ധാബുകളുടെയും ഒക്കെ തന്നെ ഉടമകൾ അവരുടെ ഐഡന്റിറ്റികൾ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രചരണത്തെക്കുറിച്ച് AIMIM അധ്യക്ഷനും മുൻ SP MP-യുമായ അസറുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് BJP നേതാവായ സ്വാതി പ്രാച്ചി കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയാണ്. കോടിക്കണക്കിന് ഭക്തർ കാൻവാർ യാത്രയിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടി വരുന്നതും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവർ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. യാത്രക്കിടയിൽ മാംസക്കടകൾ തുറക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചത് ശരിയായ തീരുമാനം തന്നെയാണ്. മാത്രമല്ല ഹോട്ടലുകളിലും ധാബകളിലും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ മനസ്സിൽ ഗൂഢാലോചനയുണ്ട് എന്നും സർക്കാർ ഇത് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നും ഹിന്ദു സംഘടനാ പ്രവർത്തകർ ഐഡന്റിറ്റി ചോദിച്ചാൽ തെറ്റില്ല എന്നും അവർ വ്യക്തമാക്കുകയാണ്. അതേസമയം പഹൽഗാമിൽ നടന്ന സംഭവത്തിൽ പേരും മതവും ചോദിച്ച് ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന HD ഹസന്റെ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഒരു തീവ്രവാദിയുടെ നിർവചനം പോലും അറിയാത്തവർ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നവരുടെ ബുദ്ധിശക്തിയിൽ ലജ്ജ തോന്നുന്നുവെന്നും OYC അതായത് ഇവർ വ്യക്തമാക്കുകയാണ്. OYCയുടെ പ്രസ്താവനയെക്കുറിച്ച് സംസാരിക്കവെയാണ് ഹിന്ദുക്കൾ തുപ്പൽ ജിഹാദ് സഹിക്കില്ല എന്നും OYC അവരെ ഇത്ര സ്നേഹിക്കുന്നുവെങ്കിൽ കാൻവാർ ചുമന്ന് മുസ്ലിങ്ങൾ പേരുകൾ മറച്ച് നടത്തുന്ന ധാബകളിൽ നിന്ന് അശുദ്ധമായ ഭക്ഷണം കഴിക്കട്ടെ എന്നും അപ്പോൾ അറിയാം എന്തായിരിക്കും അവിടുത്തെ സ്ഥിതിഗതികളെന്ന് അപ്പോൾ അറിയാമെന്നും അവർ ഇവിടെ വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.